MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തട്ടുകടയിൽ കിട്ടുന്ന മുട്ടക്കപ്പയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ. ഇതിനു വേണ്ടി 1 കിലോ കപ്പ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല വേവുന്ന കപ്പയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. കുറച്ചധികം വെള്ളമൊഴിച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. നമുക്കിത് ഊറ്റിയെടുക്കാനുള്ളതാണ്. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 4 മുട്ടയാണ്. ഇത് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ സവാള ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ പച്ചമുളക് ചോപ്പ് ചെയ്തതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായി തിളക്കുന്നുണ്ട്. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള വാടി വന്നാൽ മതി, ബ്രൗൺ കളറൊന്നും ആകേണ്ട. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇനി കപ്പ ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർക്കാം. ഇതൊന്ന് ചിക്കി എടുക്കണം. അധികം ഡ്രൈ ആയി പോകേണ്ട, ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ ഒരു ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആകും. നല്ല വേവുന്ന കപ്പയായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ഇനി അല്പം പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും വിതറി കൊടുക്കാം. ഇനി അല്പം സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മുട്ടക്കപ്പ തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.